ഗൈസ് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് വീട്ടിലിരുന്നു കൊണ്ട് പൈസ ഉണ്ടാക്കണം. പൈസ പറഞ്ഞാൽ വെറും 100-200 രൂപ അല്ല, കുറച്ച് നല്ല ബിഗ് എമൗണ്ട് ഉണ്ടാക്കണം. നിങ്ങൾ വേറെ ഒന്നും ചെയ്യേണ്ട, ഇപ്പം തന്നെ ഈ വീഡിയോ ഫുള്ളായിട്ട് കാണാം. ഈ വീഡിയോ ഫുള്ളായിട്ട് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇപ്പം തന്നെ കുറച്ച് തോനെ ക്യാഷ് ഉണ്ടാക്കാനുള്ള ഒരു ഐഡിയ കിട്ടും. ആ ഒരു ബിസിനസ് മൈൻഡ് വരും. ഇപ്പം തന്നെ നിങ്ങൾക്ക് പോയിട്ട് കുറച്ച് കൂടുതൽ ക്യാഷ് ഉണ്ടാക്കാനുള്ള സംഭവങ്ങൾ തുടങ്ങാം. അപ്പം എന്താ ഈ സംഭവം എന്താണെന്നായിരിക്കും നിങ്ങൾ ആലോചിക്കണില്ല. അപ്പം ഇത് വേറെ ഒന്നല്ല ഗൈസ്, ഇത് ജസ്റ്റ് ആമസോൺ അഫിലിയേറ്റ് മാർക്കറ്റിംഗ്. അതായത് ആമസോൺ എല്ലാവർക്കും അറിയാം, ഒരു ബിഗ് ഷോപ്പിംഗ് എന്താ പറയുക ആപ്പാണ്, ആപ്പ് അല്ലെങ്കിൽ വെബ്സൈറ്റാണ്. സോ അതിലെ പ്രൊഡക്ട്സ് നമ്മൾ ജസ്റ്റ് ഒന്ന് പ്രൊമോട്ട് ചെയ്യുക, അതാണ് ഈ സംഭവം. അപ്പോൾ അത് എന്താണ്, ജസ്റ്റ് ഒരു ക്ലിക്കിലൂടെ നിങ്ങൾക്ക് എത്ര രൂപ കിട്ടുമെന്നൊക്കെ ഞാൻ ഇതിൽ പറയുന്നുണ്ട്. അപ്പം ഈ വീഡിയോ നിങ്ങൾ എന്തായാലും ഫുള്ളായിട്ട് കാണാം. അതിനായി നിങ്ങൾ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കണം. നമ്മൾ വീഡിയോയിലേക്ക് പോവുക. സോ ഗൈസ്, ഞാൻ ആദ്യം ആമസോൺ അഫിലിയേറ്റ് മാർക്കറ്റിംഗ് എന്താണെന്ന് ജസ്റ്റ് ഒന്ന് ഡിസ്ക്രിപ്ഷൻ തരാം. അതെന്താണെന്ന് വെച്ചാൽ ആമസോണിൽ കുറേ പ്രൊഡക്റ്റ് ഉണ്ട്. ആമസോൺ അറിയില്ല, അതായത് ഒരു ഷോപ്പിംഗ് വെബ്സൈറ്റാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ, ആമസോൺ, ഫ്ലിപ്കാർട്ട്. അപ്പം ഈ ആമസോണിൽ കുറേ സാധനങ്ങളുണ്ട്, മില്യൺസ് ഓഫ് സാധനങ്ങളുണ്ട്. സോ ആ സാധനത്തിൻ്റെ ഒക്കെ ലിങ്ക് എടുക്കുക. അതിൻ്റെ ലിങ്ക് എടുത്തിട്ട് നമ്മൾ വേറൊരു വെബ്സൈറ്റിലിടുക. നിങ്ങൾക്കിപ്പം വെബ്സൈറ്റ് ഇല്ലെങ്കിൽ നിങ്ങളുടെ യൂട്യൂബ് ചാനൽ ഡിസ്ക്രിപ്ഷനിലോ കമൻറ്റിലോ ഇടുക. അപ്പോൾ നിങ്ങൾക്ക് യൂട്യൂബ് ചാനൽ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഫേസ്ബുക്ക് ഉണ്ടാവില്ലേ, ഫേസ്ബുക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ എന്താ ഫേസ്ബുക്കിൽ ഒരു പേജ് തുടങ്ങുക, അല്ലെങ്കിൽ ഫേസ്ബുക്കിൽ പേജ് അല്ലെങ്കിൽ ഡയറക്റ്റ് ആയിട്ടൊരു പോസ്റ്റ് ഇടുക. ഈ ലിങ്ക് നിങ്ങളിപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണ്, ഇപ്പോൾ ഒരു ഹെയർഫോൺ, ആ ഹെയർഫോണിൻ്റെ ഒരു ലിങ്കാണ് നിങ്ങൾ എടുത്തത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു ഹെയർഫോണാണ്, എല്ലാവരും വാങ്ങുമെന്ന് നിങ്ങൾക്ക് തോന്നുന്ന ഒരു ഹെയർഫോൺ. അപ്പോൾ ആ സാധനം എടുക്കുക, അത് എടുത്ത് കഴിഞ്ഞിട്ട് അതിൻ്റെ ലിങ്ക് കോപ്പി ചെയ്യുക, ലിങ്ക് കോപ്പി ചെയ്ത് ഫേസ്ബുക്കിൽ ഇടുക. എന്നിട്ട് അതിൻ്റെ ഫോട്ടോ ഇടുക. എന്നിട്ട് മുകളിൽ ഇങ്ങനെ കൊടുക്കുക, എന്താ പറയുക, ഈ ഇയർഫോൺ വാങ്ങണമെങ്കിൽ ഈ ലിങ്കിൽ തൊടുക. അപ്പോൾ അവർ തൊട്ട് കഴിഞ്ഞാൽ നേരെ ആമസോണിലേക്കാണ് എത്തുക. അപ്പം നിങ്ങൾ വേറെ ഒന്നും ചെയ്യേണ്ടത്, നിങ്ങളൊരു പോസ്റ്റ് ഇടുക, പോസ്റ്റിന് മുകളിൽ ലിങ്ക് കൊടുക്കുക. അപ്പോൾ ഇത് വാങ്ങേണ്ടിയോൽ എന്താ പറയുക ലിങ്ക് തൊടുക. അപ്പോൾ അവർ ജസ്റ്റ് ആ ലിങ്ക് തൊട്ട് കഴിഞ്ഞാൽ അപ്പം തന്നെ ആമസോൺ ഓപ്പൺ ആവും. അങ്ങനെ ആമസോൺ ഓപ്പൺ ആയി കഴിഞ്ഞാൽ അത് മതി, നിങ്ങൾ ക്യാഷ് അവിടുന്ന് ആ ക്ലിക്കിലൂടെ തന്നെ ഏണിങ്സ് തുടങ്ങും. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഏറ്റവും വലിയ ഇമ്പോർട്ടൻറ്റ് പാർട്ട് എന്ന് പറഞ്ഞാൽ ഒരാളെ നിങ്ങൾ അതിലേക്ക് കൊണ്ടുവന്നാൽ മാത്രം മതി. ബാക്കിയൊക്കെ അവരതിൽ എന്തൊക്കെ കളിക്കണോ അതിൻ്റെയൊക്കെ ക്യാഷ് നിങ്ങൾക്ക് കിട്ടുക. ഇതിൻ്റെ ഏറ്റവും കൂടുതൽ എടുത്തു പറയാനുള്ളൊരു എന്താ പറയുക സംഭവം എന്ന് പറഞ്ഞാൽ, നിങ്ങളിപ്പോൾ ഒരു എയർഫോണിന് വേണ്ടിയാണ് ഒരാൾ അങ്ങോട്ട് കൊണ്ടുപോയത്. അതായത് ഒരാൾ ക്ലിക്ക് ചെയ്ത് കുറേ ആൾക്കാർ ക്ലിക്ക് ചെയ്തു, ഒരാളൊന്നല്ല കുറേ ആൾക്കാർ ക്ലിക്ക് ചെയ്യും. അങ്ങനെ ദിവസം ഒരു 10 പോസ്റ്റൊക്കെ ഇട്ടാൽ ഇഷ്ടം പോലെ ആൾക്കാർ ക്ലിക്ക് ചെയ്യും. സോ അങ്ങനെ ഒരാൾ അവിടെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏറ്റവും വലിയ ഉപകാരം എന്താണെന്ന് വെച്ചാൽ, അയാളിപ്പോൾ നിങ്ങൾ പറഞ്ഞ പ്രൊഡക്റ്റ് വാങ്ങിയില്ല, ഒരു എയർഫോൺ ആണെങ്കിൽ അയാളിപ്പോൾ എയർഫോൺ വാങ്ങിയില്ല, എന്നിട്ട് എക്സിറ്റ് അടിച്ച് പോയി. പക്ഷേ 24 മണിക്കൂറിനുള്ളിൽ അയാൾ എന്തെങ്കിലും ഒന്ന് വാങ്ങിക്കഴിഞ്ഞാൽ അതിൻ്റെ പാതി കമ്മീഷൻ അല്ലെങ്കിൽ പാതി കൂടുതൽ കമ്മീഷൻ നിങ്ങൾക്ക് കിട്ടും ഗൈസ്. അത് എക്സൈറ്റിംഗ് ആണ്. കാരണം ഞാനിപ്പം ഈ ഒരു മൈക്ക് ഇത് ഞാൻ കാണിച്ചു തരുന്നില്ല. അപ്പം ഈ ഒരു മൈക്ക് എൻ്റെ ഫോട്ടോ കൊടുത്തിട്ട് ഞാനിപ്പോൾ എന്താ പറയുക അതിൽ ഒരു പോസ്റ്റ് ഇട്ട്. അപ്പോൾ ഈ ചങ്ങായി ഇത് വാങ്ങാൻ വേണ്ടിയാണ് കയറിയത്. പക്ഷേ ഇത് കയറി കഴിഞ്ഞപ്പോൾ അവനക്ക് തുടങ്ങി വേണ്ട ഇത് വാങ്ങണ്ട, ഞാൻ പോട്ടെ വിചാരിച്ച് അവൻ പോയി. പിന്നെ കുറച്ച് ഒരു 5-6 മണിക്കൂർ കഴിഞ്ഞപ്പോൾ അവനക്ക് വേറെ എന്തോ ആവശ്യം വന്നു. അപ്പം ജസ്റ്റ് അവൻ എന്ത് ചെയ്ത് ആമസോണിൽ കയറി ആ സാധനം വാങ്ങി. അപ്പം അതിൻ്റെ കമ്മീഷനും നിങ്ങൾക്കാണ് കിട്ടുക. ഓക്കെ, അതാണ് ഇതിൽ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ഉള്ളൊരു കാര്യം. കാരണം അവൻ എന്തെങ്കിലും വാങ്ങിയാൽ മതി, നിങ്ങൾ കൊണ്ടുപോയ വഴി കൂടെ തന്നെ അവൻ വാങ്ങണമെന്നില്ല. അവൻ സാധനം വാങ്ങിയാൽ നിങ്ങൾക്ക് ക്യാഷാണ്. ഇനിയിപ്പോൾ സാധനം വാങ്ങിയില്ല എന്ന് വെച്ചിട്ട് നിങ്ങൾക്ക് ക്യാഷ് കിട്ടാതാവില്ല. കാരണം അവനവിടെ എത്തിക്കഴിഞ്ഞാൽ ആമസോണിൽ കുറേ ഏഡ് ഉണ്ടാവും. ഏഡ് പറഞ്ഞാൽ പരസ്യങ്ങളുണ്ടാവും അവിടെയും ഇവിടെയൊക്കെ. സോ അതൊക്കെ അവൻ കാണുകയാണ്. അത് കാണാനുള്ള ആരാണ്? നിങ്ങളാണ്. സോ നിങ്ങളുടെ ഒരു ലിങ്ക് തൊട്ടിട്ടാണ് അവൻ പോയതും ആ ആഡൊക്കെ കണ്ടതും. സോ ആഡ് തൊട്ടിട്ട് അവൻ വേറൊരു വെബ്സൈറ്റിൽ പോയി അതിന് നിങ്ങൾക്ക് കൂടുതൽ കമ്മീഷൻ കിട്ടും. സോ ഈ ആമസോൺ അഫിലിയേറ്റ് മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, ഭയങ്കര സിമ്പിളായിട്ടുള്ള പരിപാടിയാണ്. നിങ്ങളൊരാളെ ആമസോണിലേക്ക് കൊണ്ടുപോയാൽ അവൻ എന്ത് വാങ്ങുന്നു അതിൻ്റെ കമ്മീഷൻ നിങ്ങൾക്ക് കിട്ടും. ജസ്റ്റ് പ്രൊഡക്റ്റിനെ നിങ്ങൾ പ്രൊമോട്ട് ചെയ്യുക. ആ പ്രൊമോട്ടിൽ ക്ലിക്ക് ചെയ്തിട്ട് ആൾക്കാർ അവരുടെ വെബ്സൈറ്റിൽ പോകും. സോ അവർക്കും ലാഭമാണ്, ഒരു കൂസലുമില്ല, നമുക്കും ലാഭമാണ്. നമ്മൾ ജസ്റ്റ് അവരുടെ സംഭവം നല്ല കോപ്പി അടിച്ചിട്ട് കൊണ്ടുപോയിട്ട് നമ്മളെ വാട്സപ്പിലും ഫേസ്ബുക്കിലും ഒക്കെ അവിടെയും ഇടും. പക്ഷേ സ്പാം ആക്കരുത് കേട്ടോ, സ്പാം ആക്കിയാൽ ഭയങ്കര പ്രശ്നമാണ്. നിങ്ങൾക്ക് എന്താ പറയുക, യൂട്യൂബ് ചാനൽ ഉണ്ടെങ്കിൽ നിങ്ങളിപ്പോൾ ഒരു ഹെഡ്ഫോണിൻ്റെ വീഡിയോ ചെയ്യുക, എന്നിട്ട് വീഡിയോ ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് പറയും ഈ പ്രൊഡക്റ്റ് വാങ്ങണമെങ്കിൽ നിങ്ങൾ താഴത്തുള്ള ലിങ്ക് തൊട്ടാൽ മതി. അപ്പോൾ ആ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും താഴത്ത് പോകും, ആ ലിങ്ക് തൊടും, അവർ ആ സാധനം വാങ്ങും. അപ്പം ക്യാഷ് ഇങ്ങനെ ഡബിൾ ട്രിപ്പിൾ ആയി കൂടും. ഓക്കെ, അപ്പോൾ ഒരു എക്സൈറ്റിംഗ് വീഡിയോ ആണിത്. സോ നിങ്ങൾ എന്തായാലും ഇതിനി എങ്ങനെയാണ് സെറ്റപ്പ് ആക്കേണ്ടതെന്നൊക്കെ ഞാൻ വേണമെങ്കിൽ ഈ വീഡിയോയിൽ പറയാം. സോ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ടോപ്പിക്കാണ്, നിങ്ങൾക്ക് വെറുതെ ക്യാഷ് ഉണ്ടാക്കാം. സോ ഇത് എങ്ങനെയാണെന്ന് ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞുതരാം. അതിനായി ഞാൻ എൻ്റെ കമ്പ്യൂട്ടറിലേക്ക് പോകും. അപ്പോൾ ഞാൻ ഇതൊന്ന് മാറി നിൽക്കട്ടെ. ഓക്കെ, സോ നിങ്ങൾ താഴത്തുള്ള ലിങ്ക് തൊട്ട് കഴിഞ്ഞാൽ ഇങ്ങോട്ടാണ് വരിക. അവിടെ ആമസോണിൻ്റെ ഒരു സംഭവമാണ്. അപ്പോൾ നിങ്ങൾ ജോയിൻ നൗ ഫ്രീ എന്ന് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു സംഭവത്തിൽ വരും. ഇവിടെ നിങ്ങൾ ജനറൽ ആയിട്ടുള്ള എല്ലാ ഇൻഫോർമേഷൻ ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്യാതെ നിങ്ങളുടെ പേര്, അതുപോലെ നിങ്ങളുടെ അഡ്രസ്സ് കഴിഞ്ഞാൽ സിറ്റി കഴിഞ്ഞാൽ എന്താ പറയുക സ്റ്റേറ്റ്, അങ്ങനെയുള്ള നോർമലായിട്ടുള്ള എല്ലാ കാര്യവും ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ പിൻ കോഡ് കറക്റ്റായിട്ട് കൊടുക്കണം, പിൻ കോഡ്. അതുപോലെ തന്നെ നിങ്ങൾ ആക്റ്റീവായിട്ടുള്ള മൊബൈൽ നമ്പർ എന്തായാലും നിങ്ങൾ തന്നെ കൊടുക്കണം, വേറെ ആരും കൊടുത്തിട്ട് കാര്യമില്ല. പിന്നെ താഴോട്ട് പോയി കഴിഞ്ഞാൽ ഞാൻ
ചെയ്യണ മാതിരി ജസ്റ്റ് ഒന്ന് നോക്കി ചെയ്യുക. ഞാൻ പറയുമ്പോൾ തെറ്റിപ്പോയാൽ നിങ്ങൾ സീനാവും. അതുകൊണ്ട് ചെയ്യുന്നത് കറക്റ്റ് നോക്കി ചെയ്യുക. അപ്പം താഴത്തുള്ളത് ജസ്റ്റ് നോയും കൊടുത്തിട്ട് നെക്സ്റ്റ് അടിക്കുക. നെക്സ്റ്റ് അടിച്ച് കഴിഞ്ഞാൽ ഈ ഒരു സംഭവം വരും. ഇവിടെ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് എവിടെയാണ് നിങ്ങളുടെ ഇവർ തരുന്ന ലിങ്ക് പോസ്റ്റ് ചെയ്യേണ്ടത് അതിൻ്റെ ലിങ്ക് ഇവിടെ കൊടുക്കുക. അപ്പം ഞാനിപ്പോൾ യൂട്യൂബ് ചാനലാണെങ്കിൽ എനിക്ക് യൂട്യൂബ് ചാനലിലെ താഴത്ത് ലിങ്ക് പോസ്റ്റ് ചെയ്യണമെങ്കിൽ ആ ഒരു ചാനലിലെ ലിങ്ക് ഇവിടെ കൊടുക്കുക. ഓക്കെ, അപ്പം ഞാൻ ജസ്റ്റ് എൻ്റെ അൺബോക്സിംഗ് ഡൂഡ് എന്നുള്ള ചാനലിലെ ലിങ്ക് ഇവിടെ കൊടുക്കാം. അപ്പം എനിക്ക് ആ ഒരു ചാനലിൽ ഇവർ തരുന്ന ലിങ്ക് ഇഷ്ടംപോലെ ഇടാൻ കഴിയും. അതുപോലെ തന്നെ നിങ്ങൾ അപ്പർ സൈഡ് പോയാൽ നിങ്ങൾക്കിപ്പോൾ ഫേസ്ബുക്ക് പേജോ അങ്ങനെ എന്തെങ്കിലും ആപ്പോ കാര്യങ്ങളുണ്ടെങ്കിൽ അതിൻ്റെ ലിങ്കും അവിടെ കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് അതിൽ കൂടിയും ഇവർ തരുന്ന ലിങ്ക് പബ്ലിഷ് ചെയ്യാൻ കഴിയും. എന്നിട്ട് ഓക്കെ അടിക്കുക. അപ്പോൾ ഇങ്ങനൊരു പേജ് വരും. നെക്സ്റ്റിൽ ഇങ്ങനെ പേജ് വരും. അവിടെ നിങ്ങൾ ജസ്റ്റ് നിങ്ങളുടെ പേര് തന്നെ ടൈപ്പ് ചെയ്യുക. പേര് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ താഴത്ത് മറ്റേ സംഭവമാണ്, അത് നോക്കണ്ട. പിന്നെ താഴത്ത് പോകുന്ന കഴിഞ്ഞാൽ നിങ്ങളുടെ ആ ഒരു വെബ്സൈറ്റ് എന്താണ് അതിൻ്റെ ഇൻഫോർമേഷൻ കൊടുക്കുക. എൻ്റെ ഇപ്പം യൂട്യൂബ് ചാനലാണ്, അത് യൂട്യൂബ് ചാനൽ ഇപ്പം ടെക് റിലേറ്റഡ് ആയതുകൊണ്ട് ഞാൻ ജസ്റ്റ് ടെക് എന്ന് കൊടുക്കുക. നിങ്ങളിപ്പം ഫേസ്ബുക്ക് പേജ് ആണെങ്കിൽ ജസ്റ്റ് ഫേസ്ബുക്ക് പേജ് എന്താണ് ഉദ്ദേശിക്കുന്നത് അത് കൊടുക്കുക. നിങ്ങൾ കുറച്ചൊന്ന് ഡിസ്ക്രൈബ് ചെയ്യണം, അതായത് കുറച്ച് കൂട്ടി എഴുതണം. പക്ഷേ ഞാൻ ജസ്റ്റ് അത് കൊടുക്കണുള്ളൂ. പിന്നെ ഞാൻ ചെയ്യണ അതേമാതിരി തന്നെ ചെയ്യുക. പിന്നെയും ടെക്നോളജി തന്നെ പോയി ക്ലിക്ക് ചെയ്യുക താഴത്തുള്ളതിൽ. അതായത് അതെന്താ ഉദ്ദേശിക്കണമെന്നാണ്, അതുകൊണ്ടാണ് ടെക്നോളജി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യം മാത്രമാണ് നിങ്ങൾ വെബ്സൈറ്റ് കൊടുത്തു കഴിഞ്ഞാൽ അത് മാത്രം ടിക്ക് ചെയ്യുക. അതായിരിക്കും കുറച്ചുകൂടി നന്നാവും. അതായത് ടെക്ക് ആകുമ്പോൾ ഇലക്ട്രോണിക്സ്, അതുപോലെ തന്നെ എന്താ പറയുക കമ്പ്യൂട്ടർ, അങ്ങനത്തെ സാധനങ്ങളൊക്കെ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. ഞാൻ ഇവിടെ ചെയ്യണ മാറ്റി ചെയ്താൽ മതി, വേറെ ഒന്നും നിങ്ങൾ ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ നിങ്ങൾ കൂടുതലായിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും ചെയ്യട്ടോ. ഓക്കെ, പിന്നെ നിങ്ങൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ഇവിടെ നിങ്ങൾക്ക് പരിചയമില്ലാത്ത എന്തെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒതർ കൊടുക്കുക. ഓക്കെ, നിങ്ങൾ വേറെ ഒന്നും ക്ലിക്കൊന്നും ചെയ്യേണ്ട, ജസ്റ്റ് അതേഴ്സ് കൊടുക്കുക. പിന്നെ താഴോട്ട് പോന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ട്രാഫിക് ആൻഡ് മോണിറ്റൈസേഷൻ്റെ സംഭവമാണുള്ളത്. അവിടെ ഞാൻ കൊടുത്ത അതേ സംഭവം തന്നെ കൊടുക്കുക. ഓക്കെ, പിന്നെ താഴോട്ട് വന്നു കഴിഞ്ഞാൽ അഡ്വർടൈസിങ് ഗൂഗിൾ ആഡ്സൻസ് കൊടുക്കുക. പിന്നെ താഴോട്ട് വന്ന് HTML കൊടുക്കുക. അങ്ങനെ ഞാൻ ചെയ്യുന്ന അതേമാതിരി തന്നെ ചെയ്യാം. നിങ്ങളുടെ വേറെ സംഭവമാണെങ്കിൽ അത് അവിടെ കൊടുക്കുക. നിങ്ങൾക്ക് ചെറിയൊരു ഐഡിയ ഉണ്ടാവുമല്ലോ. പിന്നെ നിങ്ങളുടെ പേജിൽ എത്ര വിസിറ്റേഴ്സ് ഉണ്ട് അതും അവിടെ കൊടുക്കുക. പിന്നെന്താ പറയണത്, ഓക്കെ അത് ഞാൻ ചെയ്യുന്ന അതേമാതിരി തന്നെ അവിടെ ക്ലിക്ക് ചെയ്യുക. പിന്നെ താഴോട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ എങ്ങനെയാണ് ഇതിനെപ്പറ്റി എങ്ങനെ അറിഞ്ഞു വെച്ചാൽ ഇപ്പം ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ നിങ്ങൾ അറിഞ്ഞ്. അപ്പം എന്താ പറയുക ഓൺലൈൻ സെർച്ച് എന്ന് കൊടുക്കുക. പിന്നെ താഴോട്ട് കാണുന്ന സാധനം Wi-Fi BA5 എന്ന് പറഞ്ഞ സാധനം ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്യുക. എന്നിട്ട് കൊടുക്കുക. ലോഡിങ്ങാണ്. ലോഡായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാ സംഭവം കഴിഞ്ഞെന്ന് പറഞ്ഞ സംഭവം വരും. അതായത് ഒരു ഓപ്ഷൻ വരും. അപ്പം അവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ ഐഡിയും കാര്യങ്ങളൊക്കെ കാണാം. വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് കോപ്പി ചെയ്തൊക്കെ അതിൻ്റെ ആവശ്യമില്ല. എനിവേ ജസ്റ്റ് ഇതാണ് പരിപാടി. ഇനി ഇതെങ്ങനെ വർക്ക് ആവുമെന്ന് ഞാൻ കാണിച്ചു തരാം. അതായത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ ഇതാണ് നിങ്ങളുടെ ഡാഷ്ബോർഡ്. ഇവിടെയാണ് നിങ്ങൾക്ക് എല്ലാം കാണുക. അതിന് മുമ്പ് നിങ്ങൾ മുകളിലൊരു മെസ്സേജ് ഒന്നുണ്ടാവും, പേയ്മെൻറ്റ് ഇഷ്യൂ എന്ന് പറഞ്ഞിട്ട്. ആ സംഭവം എന്ന് പറഞ്ഞാൽ ഈ പേയ്മെൻറ്റ് നിങ്ങൾക്ക് കാർഡും കാര്യങ്ങളൊക്കെ ഉണ്ടാവും, അല്ലെങ്കിൽ ബാങ്ക് അക്കൗണ്ട് ലിങ്ക് ചെയ്യലാണ്. പിന്നെ പ്രൊഡക്റ്റ് ലിങ്ക് ഒന്ന് മുകളിൽ പോയി ക്ലിക്ക് ചെയ്യുക. പ്രൊഡക്റ്റ് ലിങ്ക് മുകളിൽ പോയി ക്ലിക്ക് ചെയ്താൽ ഇങ്ങനെ ഒരു സംഭവം വരും. അവിടെ സെർച്ച് ചെയ്യുക. SD കാർഡ് എന്ത് പ്രൊഡക്റ്റാണോ ആ പ്രൊഡക്റ്റ് ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്യുക. പ്രൊഡക്റ്റ് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഇപ്പോൾ SD കാർഡാണ്, അപ്പോൾ കുറേ SD കാർഡ് വന്നിട്ടുണ്ട്. അപ്പം ഇതാണ് നിങ്ങൾക്ക് ലിങ്ക് എടുക്കേണ്ടത്. അപ്പം ഇവിടെ ലിങ്ക് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ജസ്റ്റ് എന്താ പറയുക ഷോർട്ട് ലിങ്ക് ആക്കുക. ഇത്രയും വലിയ ലിങ്ക് ഒരിക്കലും നമുക്ക് എടുക്കാൻ കഴിയില്ല. സോ ഷോർട്ട് ലിങ്ക് ആക്കി കഴിഞ്ഞാൽ നിങ്ങൾ യൂട്യൂബിന് താഴത്തേക്ക് കൊണ്ട് പോസ്റ്റ് ചെയ്യാൻ പറ്റിയ ലിങ്ക് കിട്ടും. അപ്പം ജസ്റ്റ് അതൊന്ന് കോപ്പി ചെയ്യുക. ഓക്കെ, എന്നിട്ട് ഈ ലിങ്ക് നിങ്ങൾ പോയിട്ട് എന്താ പറയുക നിങ്ങൾക്ക് ഫേസ്ബുക്ക് പേജ് ഉണ്ട് അവിടെ കോപ്പി ചെയ്യുക. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്തിട്ടാണ് ആൾക്കാർ വരിക. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ഗൂഗിളിൽ കാണിച്ചു തരാം. ഗൂഗിളിൽ ജസ്റ്റ് ഒന്ന് കോപ്പി ചെയ്താൽ അതെങ്ങനെയാണ് മറ്റുള്ളവർ ക്ലിക്ക് ചെയ്യുമ്പോൾ അവർ കാണാമെന്ന് ജസ്റ്റ് കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾ ഫേസ്ബുക്കിൻ്റെ അടിയിൽ പോയി ലിങ്ക് ഇട്ടാൽ അവർ ക്ലിക്ക് ചെയ്ത് എങ്ങനെയാണ് കാണാം. അപ്പം അവർക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ഇത് ഇവിടെ നിന്ന് ഇപ്പം തന്നെ അവിടെ വാങ്ങും. ഓക്കെ, അപ്പം അവർ വാങ്ങിയാൽ നിങ്ങൾക്ക് നല്ല ക്യാഷ് കിട്ടും. അവർ വാങ്ങിയില്ല ഇങ്ങനെ നോക്കി കളിക്കുകയാണെങ്കിലും ക്യാഷ് കിട്ടും. പിന്നെ ഇപ്പം നിങ്ങൾ എന്താ പറയുക അവർ താഴത്തുള്ള ഏതെങ്കിലും സാധനം വാങ്ങിയാലും നിങ്ങൾക്ക് ക്യാഷ് കിട്ടും. ഈ ഒരു സ്ഥലത്ത് വന്നിട്ട് അവർ വേറെ എന്ത് വാങ്ങിയാലും നിങ്ങൾക്കാണ് ക്യാഷ്. അതാണ് ഇതിൻ്റെ ഒരു പ്ലസ് പോയിൻറ്റ്. സോ ഗൈസ്, ഇപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒരു എന്താ പറയുക ഐഡിയ കിട്ടിയിട്ടുണ്ടാവും ഇതെങ്ങനെയാണ് എല്ലാ കാര്യങ്ങളും വർക്കാണ്. നിങ്ങൾക്ക് സിമ്പിളായിട്ട് ചെയ്യാവുന്നതാണ്. അതുകൊണ്ട് തന്നെ ഇപ്പം തന്നെ പോയി താഴത്തുള്ള ആ ലിങ്ക് ഒന്ന് തൊടുക. ഓക്കെ, താഴത്തെ ആ കമൻറ്റ് ബോക്സിൽ ഒരു ലിങ്ക് ഇങ്ങനെ പോസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടോ, അല്ലെങ്കിൽ പിന്നെ വെച്ചിട്ടുണ്ടോ, അത് തൊട്ടാൽ അപ്പം തന്നെ ഈ ഒരു വെബ്സൈറ്റിലേക്കാണ് പോകുക. എന്നിട്ട് എൻ്റെ വീഡിയോ എടുത്തിട്ട് ഞാൻ ചെയ്യുന്ന പോലെ അതിൽ അക്കൗണ്ട് ഉണ്ടാക്കുക. അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്യുക. ഇപ്പം തന്നെ സ്റ്റാർട്ട് ചെയ്യുക. മണി മേക്കിങ്ങിന് പറ്റിയൊരു സംഭവമാണ് ഇത്. എത്രയോ കൊല്ലം മുമ്പ് ഇറങ്ങിയതാണ്. അതുകൊണ്ട് നിങ്ങൾ പേടിക്കൊന്നും വേണ്ട, ഡയറക്റ്റായിട്ട് നിങ്ങളുടെ ബാങ്കിലേക്ക് തന്നെ ക്യാഷ് വരും. അപ്പോൾ എന്താ പറയുക നല്ലൊരു കൂൾ സംഭവമാണ്. നിങ്ങളെന്താ ട്രൈ ചെയ്തൊക്കെ. ഇതിനെപ്പറ്റി കുറേ വീഡിയോസ് ഉണ്ടാവും, കുറേ ആൾക്കാർക്ക് അറിയാൻ മതിയും. പക്ഷേ അറിയാത്തവർക്ക് വേണ്ടി മാത്രമാണ് ഞാൻ വീഡിയോ ചെയ്തത്. ഇനിയിപ്പം വീഡിയോനെ ഫസ്റ്റ് തന്നെ കുറേ ആൾക്കാർ കണ്ടിട്ട് അവർ പറയും ഇത് ഞങ്ങൾക്കറിയാം, നീ എന്ത് പൊട്ടാനാ, ഞങ്ങൾക്ക് അറിയണ എങ്ങനെ ഇടല്ലേന്ന്. സോ ഗായ്സ്, നിങ്ങൾ ലാസ്റ്റ് വരെ ഒന്ന് കാണും. ഞാൻ ഈ പറഞ്ഞതോടെ ഒന്ന് കേൾക്കുക. കാരണം എന്താ വെച്ചാൽ ഇത് അറിയാത്തവർക്ക് വേണ്ടിയാണ്. ഇപ്പം കുറേ ആൾക്കാർ അറിയണുണ്ടാവും, കുറേ ആൾക്കാർ അറിയാത്തവരുണ്ടാവും. സോ
അങ്ങനെ ഡൈവേർട്ട് ചെയ്തിട്ട് എനിക്ക് മനസ്സിലാവില്ല. സോ ഞാൻ എൻ്റെ ഒരു കണ്ടൻറ്റ് ജസ്റ്റ് പോസ്റ്റ് ചെയ്തതാണ്. സോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ എന്തായാലും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങൾ മാത്രം കുത്തിയിരുന്ന് കുറേ ക്യാഷ് ഉണ്ടാക്കാണ്ട് കുറച്ചുകൂടി അപ്പുറത്തവർക്കും സഹായിക്കൂ. ഓക്കെ, അപ്പം മാക്സിമം ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക. എല്ലാവർക്കും ലൈക്ക് മറന്ന് ലൈക്ക് അടിക്കേണ്ടവർ ഇപ്പം തന്നെ പോയി ലൈക്ക് അടിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ വെച്ചൊന്ന് ലൈക്ക് അടിച്ച് കൊടുക്കുക. പാവല്ലേ, ജീവിച്ചു പോട്ടെ. അടുത്ത നല്ല ടെക്നോളജി വീഡിയോയിൽ കാണാം. ബൈ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യും. ബൈ.